ഇതാണ് കാരണം. സ്ത്രീ സഹജമായ അസൂയ. ചിരിയോടെ ആനന്ദ് ഓർത്തു. ആനന്ദ് കുറേ നേരം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നിഷ്കളങ്കമായ അവളുടെ മറുപടിയും കരഞ്ഞു വീർത്ത അവളുടെ കൺപോളകളും കണ്ടപ്പോൾ ആനന്ദിന് അവളോട് സ്നേഹമാണ് തോന്നിയത്. താൻ ഒരു പെൺകുട്ടിയുമായി ഒരുപാട് സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ലത്. കഴുത്തിൽ താലി ചാർത്തിയവരോടുള്ള പ്രണയം അവളുടെ മനസ്സിൽ അലയടിച്ചു തുടങ്ങിയിരിക്കുന്നു. അത്രമേൽ അവൾ തന്നെ സ്നേഹിക്കുന്നു. ആ ചിന്ത അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി ഉണർത്തി. പെട്ടെന്ന് തന്നെ ആ ചിരി ഗൗരവമാക്കി മാറ്റിക്കൊണ്ട് ആനന്ദ് പറഞ്ഞു, ഞാൻ പ്രിയയോട് കൂടുതൽ അടുപ്പം കാണിച്ചാൽ തനിക്കെന്താണ് കുഴപ്പം? അതിനെന്താണ്? താൻ മറുപടി പറയേണ്ടതെന്ന് പവിത്രയ്ക്ക് അറിയുമായിരുന്നില്ല. അവളൊന്നും മനസ്സിലാവാതെ നിഷ്കളങ്കമായ മുഖത്തോട് അവനെ നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ വിക്കി വിക്കി പറഞ്ഞു. പിന്നെന്തിനാ താൻ എന്നോട് മുഖം വീർപ്പിച്ച് നടന്നത്? അവളുടെ കണ്ണുകളിൽ നോക്കി കുസൃതിയോടെ അവൻ ചോദിച്ചു. അത് അവളോട് കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ, ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ എനിക്ക് എന്തോ പോലെ. അവളുടെ മനസ്സിൽ സാറിനെക്കുറിച്ച് വേറൊരു ഇഷ്ടമുണ്ട്. അതെന്നോട് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും. ഓഹോ, അങ്ങനെയൊരു സംഭവം ഉണ്ടോ? ആനന്ദ് ചോദിച്ചു. അതെ, അതുകൊണ്ടാണ് ഞാൻ അറിയാതെ കരഞ്ഞു പോന്നു എന്ന് തോന്നുക. ഇന്നലെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടു എന്നറിയോ ബസ്സിലിരുന്ന് കരയാതിരിക്കാൻ? അവള് വാചാലയായി. ആനന്ദ് ചിരിയോടെ അവളെ നോക്കി. പെട്ടെന്നാണ് അവൾ ഓർത്തത് താൻ അറിയാതെ മനസ്സിലുള്ളത് മുഴുവൻ സാറിനോട് പറഞ്ഞു പോയി. നാണക്കേടായി പോയി എന്ന്. സാർ എന്ത് കരുതും? അവൾ പെട്ടെന്ന് നിർത്തി. ബാക്കി പറ. വേറെ എന്തൊക്കെ തോന്നി? കരയാൻ, പിന്നെ ഇറങ്ങി ഓടാൻ? ആനന്ദ് ചോദിച്ചപ്പോൾ അവളെ തലകുനിച്ചിരുന്നു. ഇങ്ങോട്ട് നോക്ക്, ആനന്ദ് അവളോട് പറഞ്ഞു. താൻ ഇത്രയ്ക്ക് തൊട്ടാവാടിയാണോ? അവളുടെ നിഷ്കളങ്കമായ മറുപടി കേട്ടപ്പോൾ ആനന്ദിന് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. അവളുടെ അടുത്തേക്ക് ആനന്ദ് ഇരുന്നു. അവൾക്ക് തൻ്റെ ഹൃദയതാളം മുറുകുന്നതായി തോന്നി. ആദ്യമായാണ് ആനന്ദ് ഇത്രയും തൻ്റെ അടുത്തിരിക്കുന്നത്. അവൾ ഇരിക്കുന്ന ബെഞ്ചിന്റെ ഡെസ്കിലാണ് ആനന്ദ് ഇരുന്നത്. ആനന്ദ് പതി അവളുടെ താടിയിൽ പിടിച്ച് ഉയർത്തി. അവൾക്ക് ശരീരത്തിലൂടെ ഒരു വിറയൽ കയറുന്നതായി അവൾ അറിഞ്ഞു. താടിയിൽ പിടിച്ചുകൊണ്ട് തന്നെ ആനന്ദ് ചോദിച്ചു, തന്നെ ഞാൻ പരിഗണിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? കണ്ണുനീർ നിറഞ്ഞ അവളുടെ മുഖത്ത് ആ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടായിരുന്നില്ല. അവൾ മുഖം താഴ്ത്തി. അങ്ങനെ വാശി പിടിക്കാനും മാത്രമുള്ള അവകാശമൊന്നും എനിക്കില്ലല്ലോ സർ. എൻ്റെ ഭാഗ്യമല്ലേ സാർ ഈ നൽകിയത് തന്നെ. അതിൽ കൂടുതലൊക്കെ വേണമെന്ന് ഞാൻ വാശി പിടിക്കാൻ പാടുണ്ടോ? ആനന്ദ് അവളുടെ കൈകളിൽ പിടിച്ച് ആ കൈകൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് പറഞ്ഞു. എത്ര വട്ടം ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ തനിക്ക് അവകാശമുണ്ടെന്ന്? വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ സ്വയം ചെറുതാവുന്നത്? ആത്മാർത്ഥമായി ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു തന്നെയാണ് താലി കെട്ടിയത്. കൂടുതൽ അടുപ്പം കാണിക്കാത്തത് സ്നേഹക്കുറവ് കൊണ്ടല്ല, സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അതൊരിക്കൽ തനിക്ക് മനസ്സിലാവും. നിന്നെക്കാളും അടുപ്പവും അവകാശവും ഒന്നും മറ്റാർക്കുമില്ല. ആരൊക്കെ എന്നോടൊപ്പം അടുപ്പം കാണിച്ചാലും എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം പോലെ മറ്റാർക്കെങ്കിലും ഉണ്ടാവുമോ? എൻ്റെ മേൽ നിന്റെ അവകാശത്തിന് മുകളിൽ വരുമോ? ഈശ്വരൻ സാക്ഷിയായി ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണ് നീ, എൻ്റെ പെണ്ണ്, എൻ്റെ മാത്രം പെണ്ണ്. ആനന്ദ് അങ്ങനെ പറഞ്ഞതും താൻ സ്വപ്നത്തിലാണോ നിൽക്കുന്നതെന്ന് പോലും അവൾക്ക് സംശയം തോന്നി. അങ്ങനെയൊക്കെ ആനന്ദ് സാർ തന്നോട് പറയുന്നത് താൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അവൾക്ക് 100 സൂര്യചന്ദ്രന്മാരെ ഒരുമിച്ച് കണ്ട സന്തോഷമായിരുന്നു. ആ നിമിഷം അവൻ ഒരിക്കൽ കൂടി അവൻ്റെ കൈകൾക്കുള്ളിലിരിക്കുന്ന അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു. എൻ്റെ ഇനിയുള്ള ജീവിതം നിനക്ക് വേണ്ടി കൂടിയാണ്. ഈ ജീവൻ എന്നിൽ അവശേഷിക്കുന്ന കാലം വരെ നിന്നോടൊപ്പം ഞാനുണ്ടാവും. ഇനി വിഷമിക്കരുത്. ഇല്ല സർ, ഇത്രയും മതി. ഇത്ര മാത്രം കേട്ടാൽ മതി. ഈ ജന്മം മുഴുവൻ എനിക്ക് സമാധാനമായി സന്തോഷത്തോടെ ജീവിക്കാൻ സാറിൻ്റെ ഈ വാക്കുകൾ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇനി ഇത് വെച്ച് വിഷമിച്ചിരിക്കോ? ഇല്ല സർ, എനിക്കറിയാം പ്രിയ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രിയയുടെ പ്രവർത്തികൾ കാണുമ്പോൾ ഒക്കെ തനിക്ക് വേദന തോന്നും. ആത്മാർത്ഥമായ ഒരു പുരുഷനെ സ്നേഹിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും വേദനയുണ്ടാകും. പക്ഷേ ഈ കോളേജിലുള്ള ഒരാൾക്കും അതിനോടൊപ്പം തന്നെ പ്രിയയ്ക്കും ഒന്നും അറിയാത്തൊരു കാര്യമാണ് ഞാൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയെന്നുള്ളത്. എനിക്കും തനിക്കും മേഘയ്ക്കുമല്ലാതെ മറ്റാർക്കും അറിയില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും പ്രിയ അങ്ങനെ കാണിക്കുമായിരുന്നില്ല. ഞാനൊരു അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എന്നോട് അടുപ്പം കാണിക്കും. അതിനൊരു പരിധിവരെ ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കാറുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നും തനിക്ക് ദേഷ്യമുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിന് മാപ്പ് ചോദിക്കുന്നു. അവൻ അങ്ങനെ പറഞ്ഞതും പവിത്ര കൈവച്ചു. ഒരിക്കലും സാർ എന്നോട് മാപ്പ് പറയരുത്. എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.
ഒരിക്കലും സാറ് മോശമായി പെരുമാറിയെന്ന് ഞാൻ പറഞ്ഞില്ല. തൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവും. ഒരുപക്ഷെ എനിക്ക് മാത്രമേ അത് മനസ്സിലാവൂ. താലി കെട്ടിയ അല്ലെങ്കിൽ സ്വന്തമെന്ന് കരുതുന്ന പുരുഷൻ മറ്റൊരു പെൺകുട്ടിയെ നോക്കുന്നത് ലോകത്ത് ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ മനഃപൂർവ്വം അവഗണിക്കുന്നതുമല്ല. ഒക്കെ തന്നെ നല്ലതിന് തന്നെയാണ്. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം സർ. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല. എൻ്റെ ക്ലാസ്സിൽ ഒരിക്കലും ഇങ്ങനെ വിഷമിച്ച മുഖവുമായി ഇരിക്കാൻ പാടില്ല. പിന്നെ അലക്ഷ്യമായിട്ടും ഈ വിവാഹം കൊണ്ട് തൻ്റെ ഭാവി നശിച്ചുവെന്ന് എനിക്കൊരിക്കലും തോന്നാൻ പാടില്ല. നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി വേണം വിജയിക്കാൻ. അതിൽ വേണം എനിക്ക് അഭിമാനിക്കാൻ. എനിക്ക് വാക്കുതാ. അവൻ അവൾക്ക് മുൻപിൽ കൈകൾ നീട്ടി. അവൾ അവന് വാക്കുകൊടുത്തു. അവൾ വാക്കുകൊടുത്ത കയ്യിൽ അവൻ ഒന്നുകൂടി മുറുകെ പിടിച്ചു. അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവൾക്ക് ശ്വാസഗതികൾ ഉയർന്നു താഴാൻ തുടങ്ങിയിരുന്നു. ഒരുപക്ഷെ ഞാൻ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയാൽ അത് നിനക്ക് താങ്ങാൻ കഴിയില്ല. അവളുടെ കാതോരം കുസൃതിയായി അവനത് പറയുമ്പോൾ അവളുടെ മുഖം സൂര്യൻ ഉദിച്ചതുപോലെ തെളിയുകയായിരുന്നു. അവളുടെ കൈവിട്ട് അവൻ ചോദിച്ചു, വല്ലതും കഴിച്ചോ? മെസ്സിൽ പോകേണ്ട സമയം കഴിഞ്ഞല്ലോ. ഞാൻ കഴിച്ചില്ല. ഇനി എനിക്ക് ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ചിരിയോടെ അവൾ പറഞ്ഞു. അങ്ങനെ പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിച്ചില്ലെന്നുള്ള പരാതിയും തീരും. നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ആരെങ്കിലും കണ്ട മോശമാണ്. കണ്ടാലും എനിക്കൊന്നുമില്ല. പിന്നെ ഇത് കഴിയുന്നത് വരെ ആരും അറിയണ്ടെന്ന് ഞാൻ തൻ്റെ ഭാവിയെ കരുതിയാണ് വിചാരിച്ചത്. ഇന്നിപ്പോൾ എന്ത് വന്നാലും ഒരുമിച്ചിരുന്ന് കഴിക്കാം. വേണ്ട സർ, ഞാൻ വൈകുന്നേരം കഴിച്ചോളാം. അത് പറ്റില്ല. താൻ കഴിച്ചില്ലെങ്കിൽ ഇനി ഞാനും കഴിക്കില്ല. അതുകൂടി കേട്ടപ്പോൾ പവിത്രയ്ക്ക് അവനോടൊപ്പം പോകാതെ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല. അവൾ അവനോടൊപ്പം ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ആരും കാണാതെ ആനന്ദിൻ്റെ കൈ അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചിരുന്നു. ക്യാൻറ്റീനിലേക്ക് പോയിരിക്കും, ഞാൻ അവിടേക്ക് വരാം. അവളോട് അത്രയും പറഞ്ഞ് ആനന്ദ് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അവൾ ക്യാൻറ്റീനിൽ ചെന്ന് ഒരു ഓരത്തിരുന്നു. ഇപ്പം നടന്നതൊക്കെ സ്വപ്നമാണോ സത്യമാണോ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു പവിത്ര. സാറിങ്ങനെയൊക്കെ തന്നോട് സംസാരിക്കുന്നത് ആദ്യമായാണ്. ഓർമ്മകളിൽ അവൾ ഒന്നുകൂടി തരളിതയായി. അപ്പോഴേക്കും ഒരു കവറുമായി ആനന്ദ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ആനന്ദ് അവളുടെ അരികിലായി ഒരു കസേര എടുത്തിരുന്നു. അവൾക്ക് അത്ഭുതം തോന്നി. അവൻ കവറിൽ നിന്നും ഒരു ഇലപ്പൊതി എടുത്ത് അരികിലേക്ക് വെച്ചു. ഒരു കൂട്ടുകാരൻ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലെ അമ്മ രാവിലെ കൊടുത്തു വിട്ടതാണ്. വീട്ടിലുണ്ടാക്കിയതാണ്. ആനന്ദ് അവളോടായി പറഞ്ഞു. അവനത് തുറക്കുമ്പോൾ വാട്ടിയ വാഴയിലയുടെ മണവും അതിൽ നിന്നും വരുന്ന കൂട്ടാൻ രുചികളും അവളുടെ നാസികത്തുമ്പിലേക്ക് അടിച്ചു. കഴിക്ക്, ആനന്ദ് പറഞ്ഞു. ഇതിൽ നിന്നുമോ? പവിത്ര അത്ഭുതത്തോട് ചോദിച്ചു. അതെ, എന്തേ? തനിക്ക് സെപ്പറേറ്റ് വേറെ പ്ലേറ്റ് വേണോ? ഇതിൽ നിന്ന് ഞാൻ കഴിക്കുന്നത് മോശമാണ്. ഒരു ഇലയിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നത് കൊണ്ട് ഒരു മോശവുമില്ല. ആരും കാണാനൊന്നും പോകുന്നില്ല. ആരെങ്കിലും കണ്ട മോശമല്ലേ സർ? ആരും കാണാനൊന്നും പോകുന്നില്ലടോ. ഇനി കാണുന്നേ കാണട്ടെ. താൻ കഴിക്കാൻ നോക്ക്. വീണ്ടും കഴിക്കാൻ മടിച്ചിരുന്ന പവിത്രയെ നോക്കി അവളുടെ കാതോരം കുസൃതിയായി ആനന്ദ് പറഞ്ഞു. എന്താണ്, വാരി തന്നാലേ കഴിക്കുന്നുണ്ടോ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ പവിത്ര പേടിച്ച് കുറച്ച് കഴിക്കാൻ തുടങ്ങി. അത് കണ്ട് ആനന്ദിന് ചിരിയാണ് വന്നത്. ഓരോ ഭക്ഷണവും വായിലേക്ക് വയ്ക്കുന്തോറും അവളുടെ മനസ്സിൽ ജാനകിയുടെ മുഖം തെളിഞ്ഞു വന്നു. അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി? പെട്ടെന്ന് അവളുടെ കണ്ണുനീരൊഴുകി തുടങ്ങി. ആനന്ദ് അത് കണ്ടു. എന്തുപറ്റി? വേവലാതിയോടെ ആനന്ദ് ചോദിച്ചു. ഒന്നുമില്ല, പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു. അവൾ പറഞ്ഞു. സാരമില്ല, അടുത്ത ആഴ്ച നമുക്ക് അമ്മയെ പോയി കാണാം. അല്ലെങ്കിലും അമ്മയോട് പറയണ്ടേ വിശേഷം? അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവും. അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ വിവാഹം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അമ്മയെ കാണണ്ടെന്ന് സത്യത്തിൽ കരുതിയിരുന്നത്. തന്നെ ലീഗലായി വിവാഹം രജിസ്റ്റർ ചെയ്തതിന് ശേഷം അമ്മയെ പോയി കാണുന്നതാണ് നല്ലതെന്ന് തോന്നി. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും നിൻ്റെ വിവാഹം കാണാൻ വേണ്ടി. മാത്രമല്ല, നീ സുരക്ഷിതമായ കൈകളിലെത്തിയെന്ന് അറിയുമ്പോൾ ആ മനസ്സ് നിറയും. നിനക്ക് വേണ്ടി അവർ ചെയ്തത് വെറുതെ ആയില്ലെന്ന് അവർക്ക് തോന്നും. ഒരു നിയമപരിരക്ഷയുടെ അവകാശത്തോടെ, അധികാരത്തോടെ. ഇതാണ് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് എന്നെ അമ്മയുടെ മുൻപിൽ കൊണ്ടു നിർത്തി നിനക്ക് സംസാരിക്കാം. അതുകൊണ്ടാണ് ഞാനന്ന് നിൻ്റെ അമ്മയെ കാണാൻ കൊണ്ടുപോകാഞ്ഞത്. എങ്കിൽ അങ്ങനെ മതി. ഇനി 2 മാസം കൂടിയല്ലേ ഉള്ളൂ. എനിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ട് അമ്മയെ പോയി കണ്ടാൽ മതി. അത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. തനിക്ക് വിഷമമുണ്ടെങ്കിൽ നമുക്ക് പോയി കാണാം. ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം. സാറ് വെളിയിൽ നിന്നാൽ മതി. അതാണ് തൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ. വേഗം കഴിക്കും. എനിക്ക് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉള്ളതാണ്. തനിക്കും ക്ലാസ്സിൽ കയറണ്ടേ? പവിത്ര വേഗം ആഹാരം കഴിച്ചു. അന്നത്തെ ഭക്ഷണത്തിന് അവൾ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങളിൽ വെച്ച് രുചിയേറിയതായി അവൾക്ക് തോന്നി.
ആനന്ദിനൊപ്പം ഇരുന്ന് ആഹാരം കഴിച്ചപ്പോൾ സ്വർഗം നേടിയ സന്തോഷമായിരുന്നു പവിത്രയ്ക്ക്. തിരിച്ചു പോകും മുൻപ് ഒരിക്കൽ കൂടി ആനന്ദ് അവളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. പിന്നെ ക്ലാസ്സിൽ ഞാൻ തൻ്റെ സാറാണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ഇടയ്ക്കിടെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ എന്നോട് സ്നേഹത്തോട് സംസാരിച്ചാൽ മതി. ഗൗരവത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും എന്നെ ഇഷ്ടമല്ലെന്ന്. ഞാനിനി തന്നോട് ഗൗരവം കാണിക്കില്ല, പോരെ. ചിരിയോടെ അവളെ നോക്കി കുസൃതി നിറഞ്ഞ മുഖത്തോടെ അവനത് പറഞ്ഞതും അവൾക്ക് നാണം തോന്നി. തിരികെ ക്ലാസ്സിലേക്ക് ഒരുപാട് സന്തോഷവതിയായാണ് പവിത്ര ചെന്നത്. അവളെ കണ്ടതും മേഘ ചോദിച്ചു, എന്തായിരുന്നു ഇത്ര സമയം സംസാരിക്കാൻ? ഞാനിടയ്ക്ക് സ്റ്റാഫ് റൂമിൽ വന്നിരുന്നു, അപ്പം നിങ്ങളെ കണ്ടില്ല. ഞാൻ കുറേ നേരം നിന്നെ നോക്കി. പിന്നെ സാറും നീയും കൂടെ പോകുന്നത് കണ്ടു. നീ ഭക്ഷണം കഴിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചു, ചിരിയോടെ പവിത്ര പറഞ്ഞു. അവളുടെ മുഖത്തെ തെളിമ മേഘ ശ്രദ്ധിച്ചിരുന്നു. അങ്ങോട്ട് പോയ ആളല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. ഒന്ന് പൂത്തുലഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. പൊടി. പവിത്ര അവളെ കളിയാക്കി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി കയ്യും കോർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു, ചിരിയോടെ മേഘ പറഞ്ഞു. അന്ന് രാത്രിയിൽ ആനന്ദ് പവിത്രയെ വിളിച്ചിരുന്നു. പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും കുറേ നേരം അവളോട് സംസാരിച്ചു. ഭക്ഷണം കഴിച്ചിരുന്നോ? അന്ന് ആദ്യമായി പവിത്ര അവകാശപൂർവ്വം ആനന്ദിനോട് ചോദിച്ചു. ഇപ്പം കഴിച്ചതേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് തിങ്കൾ നമുക്ക് അമ്മയെ കാണാൻ പോവാം, ഉച്ച കഴിഞ്ഞ്. ഓക്കെ സർ. അവൾക്ക് സന്തോഷം തോന്നി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ജാമ്യം എടുക്കുന്ന കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. താൻ അമ്മയുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അവൻ്റെ ആ മറുപടി കേട്ടപ്പോൾ അവൾക്ക് മനസ്സ് നിറഞ്ഞിരുന്നു. ഭയങ്കര തലവേദന. തന്നെ വിളിച്ചിട്ട് ഉറങ്ങാം എന്ന് വിചാരിച്ചു. അയ്യോ, എന്തു പറ്റി? വേവലാതി നിറഞ്ഞ പവിത്രയുടെ സ്വരം അവൻ കേട്ടു. ഒന്നുമില്ല, ഇന്നലെ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നതല്ലേ, പിന്നെ വെയിലും കൊണ്ടില്ലേ, അതുകൊണ്ടാവും. എങ്കിലുറങ്ങിക്കോ. ശരി, നാളെ കോളേജിൽ കാണാം. പോയിരുന്ന് പഠിക്കാൻ നോക്ക്. പിറ്റേന്ന് കോളേജിൽ വന്നപ്പോൾ അവൾ രാവിലെ മുതൽ ആനന്ദിനെ തിരയുകയായിരുന്നു. പക്ഷെ ആനന്ദിനെ കാണാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അവസാനം അവൾ മേഘയെ വിട്ട് ആനന്ദിനെ തിരക്ക് പിടിച്ചു. അപ്പോഴാണ് ആനന്ദ് ലീവാണെന്ന് അറിയുന്നത്. പവിത്രയുടെ മനസ്സിൽ ചെറിയൊരു നൊമ്പരം ഉടലെടുത്തു. തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ലീവാണെന്ന് അവൾ മനസ്സിലോർത്തു. അവൾ ഫോൺ എടുത്തപ്പോൾ തന്നെ അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി. അവൾക്ക് വല്ലാത്ത വേദന തോന്നി. കുറേ നേരം ക്ലാസ്സിലിരുന്നുവെങ്കിലും അവൾക്കൊന്നും പഠിക്കാൻ തോന്നിയില്ല. ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാം മേഘ. എനിക്കെന്തോ ഒരു തളർച്ച പോലെ, അവൾ പറഞ്ഞു. നിന്റെ തളർച്ചയുടെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി. ആനന്ദ് സാർ ലീവായതുകൊണ്ടല്ലേ? അവൾ ചിരിയോടെ പറഞ്ഞു. അവൾ മേഘയെ നോക്കി ചിരിച്ചു. ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോഴാണ് ആനന്ദിൻ്റെ വീട് വരെ പോയാലോ എന്ന് തോന്നിയത്. ഇന്നലെ തലവേദനയാണെന്ന് പറഞ്ഞു വെച്ചതാണ്. ഇനി വല്ല പനിയോ മറ്റോ ആണെങ്കിലോ? അവൾ ആനന്ദിൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.